ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി, ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ താല്പര്യം, ജനങ്ങളൊപ്പം നിൽക്കാവുന്ന ഒരു പാർട്ടി എന്നല്ല പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം എന്താ പറയുക, ഞാൻ പറയാം സമയം വൈകി പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പോൾ നാട്ടിക MLA CC മോഹൻ മീഡിയ വണ്ണൊപ്പം ചേർന്നു. എന്തുകൊണ്ട് BJP എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് വോട്ടർമാരോട് പറയും? ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി, ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ താല്പര്യം, ജനങ്ങളൊപ്പം നിൽക്കാവുന്ന ഒരു പാർട്ടി എന്നല്ല പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം എന്താ പറയുക, ഞാൻ പറയാം സമയം വൈകി പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ നിലയിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ കൂടെ പാർട്ടിയും കൂടി നിന്ന് കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നാട്ടിൽ നിയോജകമണ്ഡലത്തിലുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാരൻ BJP മാറിയതിനെ വലിയ വിമർശനത്തോടു കൂടിയായിരിക്കും താങ്കളുടെ പാർട്ടി പ്രവർത്തകർ, മുൻ പാർട്ടി പ്രവർത്തകർ പ്രചരിപ്പിക്കുക. ഇപ്പം എല്ലാവരും ചേർന്ന് പിടിക്കും, അല്ലെങ്കിൽ അത് വിഷയമില്ല. ഇപ്പം എന്നെ ഈ പാർട്ടി ചേർത്ത് പിടിച്ച പോലെ എല്ലാ പാർട്ടികളും എന്നെ ചേർത്ത് പിടിച്ചിട്ട് അതിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ജനങ്ങൾ തയ്യാറായി വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ല, എത്ര വോട്ടിന് ഇത്തവണ ജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ജയിക്കുന്നത് എളുപ്പമാണോ? ഏറ്റവും വലിയ ഭൂരിപക്ഷം എടുക്കുന്ന എതിർ സ്ഥാനാർത്ഥികളൊക്കെ എനിക്ക് നല്ല മാതിരി അറിയാം. നിലവിലുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥിനെ കുറിച്ച് അറിയാം, UDFിൻ്റെ സ്ഥാനാർത്ഥി എനിക്കറിയാം. നല്ല മാതിരി ഫൈറ്റ് ചെയ്തോട്ടെ, ജനങ്ങൾ വിലയിരുത്തിയോട്ടെ, ആരാണ് നല്ലവൻ, ആരാണ് നല്ല പൊട്ടാമെന്ന് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഇത് ഞാൻ അപ്പോൾ പറഞ്ഞു, ഇത് പേയ്മെന്റ് സീറ്റ് എൻ്റെ അല്ല, പേയ്മെന്റ് സീറ്റുള്ള ആൾക്കാരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കും, തർക്കമൊന്നുമില്ല. അതിനുവേണ്ടി കേസ് വന്നിട്ടുണ്ട്, കേസ് നിയമപരമായി വാദിച്ച് മുന്നോട്ട് പോകും. എന്തുകൊണ്ട് കോൺഗ്രസ് ശ്രമം വർക്കൗട്ടായില്ല എന്നാണ് അതെനിക്കറിയാം. അതൊക്കെ അവരെ പാർട്ടിയുടെ സമയമാണ്, എനിക്ക് പറയേണ്ട കാര്യമില്ല. അതൊക്കെ അത് അവരെ പാർട്ടി ആലോചിച്ചോട്ടെ, എന്താണെന്ന് ആലോചിച്ചോട്ടെ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പാർട്ടി ഇതാണ്, ആ പാർട്ടിയുടെ താല്പര്യം മുന്നോട്ട് പോകാൻ തീരുമാനിക്കും ഇപ്പോൾ ഈ നടക്കുന്ന സമയം മുതൽ. എല്ലാവിധ ആശംസകളും. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.